بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين അറുവത്തെ പോലെയാണ്. അപ്പം നമ്മൾ സുലാദി മസ്ജിദ് നാഖിസിനെ പോലെ തന്നെയാണ്. അവിടെ നമ്മൾ ഏതെല്ലാം ഇല്ലത്തുകൾ പറഞ്ഞു ആ ഇല്ലത്തുകൾ ഇവിടെയും പറയാമെന്ന്. ഇനി നമ്മൾ ഫഅല വസ്ന് പറഞ്ഞു നോക്കാം. وتقول في فعل مكسور العين مما الحرفان فيه ياءان. രണ്ട് ഹർഫുകൾ യാ ആയ ഐൻ ഫീൽ കസറാക്കപ്പെട്ട ഫഅലയിൽ പറയും ഹയ്യ കറളിയ പോലെ. അവിടെ ഇലാലാക്കലില്ല. നമ്മളിവിടെ ഹയ്യ എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും ഹയ്യ എന്ന് ഇദ്ഗാമിനെ അടിച്ചു പറയേണ്ടി വരുന്നത് മുളാരിഇൽ ഇദ്ഗാമാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഹയ്യ യഹുയ്യു എന്ന പ്രയോഗം അത് മത്റൂക്കായ പ്രയോഗമാണ്. അതുകൊണ്ട് ഹയ്യ യഹ്യ എന്ന് പറഞ്ഞു. വഹയ്യ എന്നും വഹയ്യ യഹ്യ ഹയാത്തൻ എന്നും വേണമെങ്കിൽ പറയാം. വഹയ്യ ബിൽ ഇദ്ഗാമി. വയഹ്യ മൻ ഹയ്യ അൻ ബയ്യിനത്തിൻ. ബദരീങ്ങളെ പറ്റി പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല വയഹ്യ മൻ ഹയ്യ അൻ ബയ്യിനത്തിൻ എന്ന്. അവിടെ തന്നെ ഹയ്യ ഹിയ്യ എന്നൊരു പറയുന്നുണ്ട്. ഹിയ്യ യാന്റെ ഹലക്കത്തിന് നക്കൽ ചെയ്ത് മാത്തവല ഹായിന് കൊടുത്തുകൊണ്ട് ഹിയ്യ എന്നൊരു പ്രയോഗമാണ്. ആ പ്രയോഗം അവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ വേണമെങ്കിൽ പറയാം. വഹയ്യ യഹ്യ ഹയാത്തൻ. മസ്ദറിൽ ഹയാത്തൻ എന്ന് പറയും. യാനെ അലിഫായിട്ട് മറിച്ചിട്ട് വാവിന്റെ കോലത്തിൽ എഴുതപ്പെടും. അലിഫിനെ വാവിലേക്ക് ചായ്ച്ചു പറയുന്നവരുടെ പ്രയോഗത്തിൽ സ്വല സക റിളോ റിള റിബെ എന്നൊക്കെ പറയുന്ന റിബോ റിളോ സക്കോ എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലാണ് വാവായിട്ട് എഴുതുന്നത്. അല്ലെങ്കിൽ ഹയാത്തെന്ന് യായിട്ട് തന്നെ എഴുതിക്കാനും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ സാഹിബുൽ കശാഫിൽ ഇങ്ങനെ പറഞ്ഞു കശാഫിന്റെ സാഹിബ് അത് പറഞ്ഞിരിക്കുന്നു എന്ന്. പിന്നെ അവിടെ യഥാർത്ഥമുള്ളത് തഫ്താദാനി തങ്ങൾ പറയുന്നു വൽഹഖു അന്ന അംസാല ദാലിക തുക്തബു ഫിൽ മുസ്ഹഫി അനിൽ യാഇ യാഇനെ തൊട്ട് വാവ് അല്ല ഫിൽ മുസ്ഹഫി ബിൽ വാവ് കൊണ്ട് എഴുതപ്പെടും എന്നാണ് അവർക്ക് പറയുന്നത്. ഖുർആൻ അല്ലാത്തതിൽ ബിൽ അലിഫി അലിഫ് കൊണ്ട് എഴുതും ഹയാത്ത് പോലെ അല്ല. ഇനി ഫഹുവ ഹയ്യുൻ എന്ന് ഇസ്മു ഫായിലിൽ പറയാം. ഹായുൻ എന്ന് പറയില്ല. നമ്മൾ റവിയുൻ റയ്യാനും പറഞ്ഞതുപോലെ റയ്യാനും നമ്മൾ പറഞ്ഞല്ലോ അതിന്റെ സുബൂത്തിന്റെ മേൽ അറിയിക്കലാണ് എന്ന് പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് ഹായിവുൻ അല്ലെങ്കിൽ ഹായുൻ എന്ന് പറയില്ല. ഹയ്യുൻ എന്നേ പറയുകയുള്ളൂ. ഫഹുവ ഹയ്യുൻ. ഹയ്യുൻ എന്ന് ഇദ്ഗാമിനെ
അഴിച്ചുകൊണ്ടും പറയാൻ പറ്റില്ല. ഫിഇലിന്റെ മേൽ അമല് ചെയ്തുകൊണ്ട്. അന്നസ്മൽ ഫാഇലി ഫർഉൽ ഫിഇലി ഫിൽ ഇലാലി ദൂനൽ ഇദ്ഗാം. ഇലാന്റെ വിഷയത്തിൽ മാത്രമേ ഫിഇലിന്റെ ഫർആയി വരികയുള്ളൂ, ഇദ്ഗാമില്ല. ഇനി ആരെയും പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞോട്ടെ. വഹയ്യ എന്ന് പറയും, ഫഹുവ ഹയ്യുൻ. വഹയ്യ എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ മാദിയുടെ തസ്നിയാറ്റ് ഹയ്യ എന്ന് പറയും. വഹയ്യ എന്നും പറഞ്ഞു ഇദ്ഗാമിനെ അഴിച്ചുകൊണ്ട്. ഫഹുമ ഹയ്യാനി എന്ന് പറഞ്ഞു. ഫഹുമ പറയാൻ നമുക്കറിയാം, ലിസുബായില പറയുന്നത്. ഫഹുമ ഹയ്യാനി എന്ന് പറഞ്ഞാൽ ഹയ്യിന്റെ തസ്നിയയിൽ. വഹയ്യു എന്ന് പറഞ്ഞു മാലിയുടെ ജമ്മില്. വഹയ്യു എന്നും പറഞ്ഞു ഇദ്ഗാമിനെ അഴിച്ചുകൊണ്ട്. ഫഹും അഹ്യാഉൻ എന്ന് ഹയ്യിന്റെ ജമ്മിൽ പറയാം. ഫഹും അഹ്യാഉൻ. അപ്പൊ ഹയ്യുൻ ഹയ്യാനി അഹ്യാഉൻ എന്നായി. ഇനി വേണമെങ്കിൽ ഇവിടെ വയജൂസ് ജായിസാകും. ജമ്മു മുദക്കറിൽ വേണമെങ്കിൽ ജായിസാകും. ഹയൂ എന്നറിയും. ഹയൂ കറദൂ പോലെ. അത് തഖ്ഫീഫാക്കി പറയണോ? ഒരു യാ വരുമ്പോ അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ രണ്ട് യാ വരുമ്പോ ഒന്നിനെ കളഞ്ഞുകൊണ്ട് തഖ്ഫീഫാക്കുന്ന കോലമുണ്ട്. ഹയൂ അസ്ലുഹു ഹയ്യൂ. ഹയ്യൂന്ന് വല്ലസ്ലു കറളിയൂ പോലെ. ഹയ്യൂന്ന്. ഹയ്യൂന്ന് പറഞ്ഞ യാഇന്റെ ഹർക്കത്തിന് നഖൽ ചെയ്തായ മാഖബല് നഖലത്ത് നമ്മത്തില്ലായില മാഖബലഹ. ഹയ്യൂ ഹയ്യൂ. മാഖബലിന്റെ ഹർക്കത്തിനെ കളഞ്ഞതിന് ശേഷം നീക്കെന്ന് പറയണം. പിന്നെ യാവും വാവും തമ്മിൽ വാവിനെ കളഞ്ഞു. അപ്പൊ ഹയ്യൂ. ഖിഫത്തിന് വേണ്ടി വാവിനെ കളഞ്ഞു എന്ന് പറയേണ്ടി വരും. വസ്ന് ഫഊനാകും. ഫഊനാകും. പാട്ടുകാരൊക്കെ അങ്ങനെ വേണമെങ്കിൽ പാടിയിട്ടുണ്ടാവും ആരെങ്കിലും. പിന്നെ ഹസ്ബനാവും ഫവാലിസ കഹ്മസ് ഹയ്യൂ ബഅദമാ മാതു മിനദ്ദഗ്രി അശറ. ആരെയും പാടിയിട്ടുണ്ട്. ആ പ്രയോഗം മുഴുവൻ പറഞ്ഞതാണ്. വയജൂസ് ഹയ്യു കറളു വല്ലംറു മിൻഹു ഇഹ്യ. ഇഹ്യ എന്ന് പറഞ്ഞൊക്കെ ഇർദ പോലെ. തഹിയ എന്നതിൽ നിന്നും ഹയ്യ യഹ്യ തഹിയ എന്നിട്ട് ഇഹ്യ എടുത്തോ. അങ്ങനെ കളിയാണ് ചോദ്യമാക്കിയത്. തഹിയയു തഹിയയു എന്നാണല്ലോ. അങ്ങനെ ഇറുള്ള ഇറുള്ള പറഞ്ഞു. കറുള്ളയിൽ നിന്ന് ഇറുള്ള നടക്കുമ്പോഴേ ഇഹ്യ. ഇനി അതിന്റെ സുലാദി മസ്ജിദാണ്. അഹ്യാ യുഹ്യി ഇഹ്യാഅൻ ഫഹുവ മുഹയ്യിൻ കഅതാ യുഅതി. ഇനി അതിന്റെ ഹായാ യുഹായി മുഹായാത്തൻ മുഹായാത്തൻ മുഹായയത്തൻ മുഫാഅലത്തൻ. അവിടെ മഹാനായ മുസന്നിഫ് റഹ്മഹുല്ലാഹ് ആ പ്രയോഗമെല്ലാം ഹയ്യയുടെ അഹ്യ വസ്നെടുത്ത് വന്നു, ഹായ വസ്നെടുത്ത് വന്നു. ഹായ അസ്ലു ഹായ. പിന്നെ ഫാഅൽ വസ്ന് ഇസ്തഹിയ യസ്തഹയി ഇസ്തിഹിയാഅൻ ഫഹുവ മുസ്തഹിയുൻ മുസ്തഹിയുൻ. അവിടൊക്കെ നമ്മൾ സർവാക്കി എടുക്കണം. വല്ലംറു മിൻഹു ഇസ്തഹിയ യസ്തഹയി അല്ലംറു മിൻഹു ഇസ്തഹി. وتقول استحي استحيا لا استحى يستحي أو الأمر منه يستحي استحى
ഇസ്തഹാ യസ്തഹി അല്ലമനും ഇസ്തഹി ഇസ്തഹീൻ ഇസ്തഹിയ യസ്തഹിയു ഇസ്തഹിയ ഇസ്തഹിയ ഇസ്തഫിഇൽ അപ്പൊ ഇസ്തഹിയ അവസാനത്തിലെ കളയലുണ്ട് ജസ്മ് അപ്പൊ ഇസ്തഹീനായി വല്ല മറുമനും ഇസ്തഹീനായി ഒരു യാവ് കൊടുക്കണം അവിടെ ഒരു യാവ് കൊടുക്കണം ഹയാ മറ്റൊരു യാവ് ഉണ്ടായിരുന്നല്ലോ ഹജിയ അപ്പൊ ലാം കലിമയായ യാവിനെയാണ് കളഞ്ഞത് ഐൻ കലിമയായ അവിടെ ഉണ്ട് അപ്പൊ അല്ല മറുമനും ഇസ്തഹീൻ ഇച്ചിരി നീട്ടി പറയണം ഇസ്തഹി ഇസ്തഹിയാ ഇസ്തഹു ഇസ്തഹിയൂന്ന് ഇസ്തഫിഇലു ഇസ്തഹിയു ഇസ്തഹിയു മനസ്സിലായോ വല്ലമറുമെന്നു ഇസ്തഹി ഇനി അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യും അമ്രുഫീലിൽ രണ്ട് യാനും കളഞ്ഞു ഇസ്തിഅമാല് വരുത്തതിന് വേണ്ടി മുഹിയദ്ദീൻ യാ ഗൗസു യാ മുഹിയദ്ദീൻ മുഹിയദ്ദീൻ എന്നാണല്ലോ ഇസ്തിഅമാലിന്റെ പരപ്പം കൊണ്ടൊരു യാനെ കളഞ്ഞതാണല്ലോ യാ ഗൗസു യാ മുഹിയദ്ദീൻ എന്ന് പറയും മുഹിയദ്ദീൻ മുഹിയുൻ 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 എന്നതിനകത്താണ് യാ വരുന്നത് യാ മുഹിയദ്ദീൻ എന്ന് വായിക്കും ഒരു യാനെ കളഞ്ഞു ഖിഫത്തിനുണ്ട് അതാണെങ്കിൽ ഇവിടെയും അങ്ങനെ പറയാം തഖൂലു ഇസ്തഹാ യസ്തഹി ഇസ്തഹി ഇസ്തഹി എന്ന് പറയും അപ്പൊ ദാലിക്കല്ലതുകു അവിടെ ഐൻ കലിമയായ ആയനെയും കൂടെയും കളഞ്ഞു പറഞ്ഞത് ലികസറത്തിൽ ഇസ്തിഅമാലി കമാ ഖാലു ലാ അദ്രി എന്ന് പറയും ഫി ലാ അദ്രി എന്നതിൽ ലാ അദ്രി പറയും അപ്പൊ യാ ഗൗസു യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി യാ ഗൗസു യാ മുഹിയദ്ദീൻ അപ്പൊ യാ മുഹിയദ്ദീൻ എന്നാണ് നമ്മള് സിഫത്തിന് വേണ്ടി ഒന്ന് കളഞ്ഞതാണ് ഇസ്തിഅമാലിന്റെ വലുപ്പം കൊണ്ട് കളയുമെന്ന് ഇതിനകത്തുണ്ട് അങ്ങനെയാണ് അവിടെ കളഞ്ഞു നോക്കണം നമ്മള് അപ്പൊ പിന്നെ വിഷമം വരില്ല ഇനി നമ്മൾ അഞ്ചാമത്തെ ഭാഗമാണ് അന്നൗൽ ഖാമിസു അൻ മുഅ്തല്ലുൽ ഫാഇ വല്ലാമി മുഅ്തല്ലുൽ ഫാഉം ലാമും അപ്പൊ ഇടയിൽ വേറെ അക്ഷരാണെന്ന് അർത്ഥം അതുകൊണ്ട് ലഫീഫിന് പുറമെ മസ്റൂഖ് എന്നതിന് പറയുക